ഹലോ കൂട്ടുകാരെ, ഒരു യാത്ര പോയാലോ? തെങ്കാശി വിടാം, തെങ്കാശിയിൽ. അപ്പൊ കൂടെ ഉണ്ടല്ലോ, തുടങ്ങാം. എവിടെ തൊട്ടാണ്? നമ്മുടെ തെക്കൻ കുരിശുമലയാണ്. നെട്ടയും തുടങ്ങി നെട്ടയിൽ നിന്നെങ്ങാട്ടാണ് തെങ്കാശി വരെ കുറേ യാത്രയുണ്ട്. അപ്പോ വെള്ളറട വഴി, അതായത് നെട്ട വഴി, തൃപ്പരപ്പ് വഴി കറങ്ങി തിരിച്ച് എങ്ങനെയാണ് തെങ്കാശി പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പ്ലാനിലൊരു മാറ്റം വരുത്തി. വിതുര വഴി, അതായത് ഈ വെള്ളറട പിന്നെ ഇവിടെ എത്തണം എന്നാണ്, മണ്ഡപത്തിൻ കടവ്. അവിടെ നിന്ന് വലത്തോട്ട് പിടിച്ച് കള്ളിക്കാട് വന്ന് പിന്നെ ആര്യനാടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വിതുര എത്തിയിട്ട് ഇടത്തോട്ട് തിരിയണം. വിതുരയിൽ നിന്ന് വലത്തോട്ട് പിടിച്ചാൽ നമ്മൾ പൊന്മുടി റൂട്ടാണ്. പൊന്മുടി റൂട്ടിലേക്കല്ല, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആണ് നമ്മൾ തെന്മല വഴി തെങ്കാശിയിലേക്ക് എത്തിച്ചേരുന്നത്. ഏതാണ്ട് പിന്നെ 240ഓളം കിലോമീറ്റർ ഉണ്ട് വെള്ളറടയിൽ നിന്ന് ടു ആൻഡ് ഫ്രോ തെങ്കാശിയിൽ എത്താനായിട്ട്. തെങ്കാശി മാത്രമല്ല, തെങ്കാശിയിൽ നമ്മൾ കുറ്റാലം അതുവഴി ഏതാണ്ട് ഒരുവിധം ഒരു 240ഓളം കിലോമീറ്റർ ടു ആൻഡ് ഫ്രോ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് രസകരമായ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ തമിഴരെ കാണുന്നത് പാണ്ഡികളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അവരങ്ങനെയൊന്നുമല്ലപ്പാ. നല്ല സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരും വൃത്തിയും വെടുപ്പുമുള്ള നല്ല മനുഷ്യരാണ് ഈ തമിഴ് മക്കൾ. ചില അപവാദങ്ങളുണ്ട്. ചില തീവ്രമായി ചിന്തിക്കുന്നവരും വർഗീയപരമായി ചിന്തിക്കുന്നവരൊക്കെ ഒരു ന്യൂനപക്ഷമായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ഏറെ രസകരമെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പല സംരംഭങ്ങളും, പകുതിയോളം സംരംഭങ്ങളും മലയാളികളുടെ കയ്യിലാണെന്നത് രസകരമായൊരു സംഗതിയാണ്. അതായത് നമ്മുടെ യാത്ര വളരെ രസകരമായി മുന്നോട്ട് പോവുകയാണ്. കൂടെ എൻ്റെ 2 സുഹൃത്തുക്കളൊപ്പം ഉണ്ട്. മിക്കവാറും ഈ ദീർഘ യാത്രയിൽ എപ്പോഴും എൻ്റെ മിക്കവാറും 2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും. അപ്പോൾ അവരും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഉള്ള പരിപാടിയാണ് വെള്ളറടയിൽ നിന്ന് തെങ്കാശി വരെ, തെന്മല വഴി തെങ്കാശി വഴിയുള്ള ഈ യാത്ര. ഇതിനിടയ്ക്ക് ഒരുപാട് രസകരമായ സംഗതികളുണ്ട്. അപ്പോൾ ഭക്ഷണം, പിന്നെന്താണ് കാലാവസ്ഥ, സൈഡിലെ 2 കാഴ്ചകളൊക്കെ, ഈ സൈഡിലെ ഈ വഴിയോര കാഴ്ചകളൊക്കെ നല്ല രസകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്കോ ഫ്രണ്ട്ലി യാത്രയാണ്. കുറച്ച് ഈ മൂടൽ മഞ്ഞ് പോലെ ഇച്ചിരി വെയിലും. പക്ഷേ നമ്മൾ ഉള്ളിൽ ശരിക്കും തെങ്കാശിക്ക് എത്തുമ്പോഴും കഠിനമായ ചൂടാണ്. എങ്ങനെയാണോ അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്? കാരണം ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് നല്ല ചൂടും ഒക്കെ ഉള്ള ഇതാണ്. വെള്ളത്തിന് ദൗർബല്യമുള്ളൊരു നാടാണ് ഈ പ്രദേശം. തെന്മല കഴിഞ്ഞ് തെങ്കാശി കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടാണ്. തെന്മല ഇറ്റ്സ് ഓക്കെ, തെന്മലയിൽ ഡാമുണ്ട്, വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ ഈ തെന്മല കഴിഞ്ഞിട്ട് നമ്മൾ തെങ്കാശിയിലോട്ട് കയറുമ്പോൾ, അതായത് ആ ബോർഡർ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് ദൗർബല്യമുള്ളൊരു നാടാണ്. ശരിക്കും അതാണ്, ബോർവെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ. ഇതിനിടയ്ക്ക് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലപ്പേരുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പച്ച, ആനപ്പെട്ടി, ചെറ്റച്ചൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലപ്പേരുകളുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കോമഡി പേരുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഈ ചിത്രീകരണത്തിലേക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ രസകരമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് നാടിൻ്റെ യാത്ര. ഒരുപാട് ആത്മീയ ടൂറിസങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഈ തമിഴ്നാട്. പിന്നെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് ഈ തെന്മലയിൽ നിന്ന് തെങ്കാശി വരെ എത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വേറെ രസമായി തോന്നിയെന്നറിയാം, നമ്മൾ ഈ പലപ്പോഴും ഈ തമിഴ്നാട് കേരള ബോർഡറുകളിൽ സുലഭമായി വിൽക്കുന്ന ഒരു സാധനമാണ് ലോട്ടറി ഏജൻറ്റുമാർ. വാങ്ങാനും വിൽക്കാനും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് പാലക്കാട് തമിഴ്നാട് ബോർഡർ, അതുപോലെ കളിയിക്കുള്ള നമ്മുടെ അപ്പുറം ബോർഡറില്ലേ, ഈ കളിയിക്കാവുള്ള ബോർഡർ, ഈ പാലക്കാട് ബോർഡർ, ഈ തെന്മല ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കപ്പെടുന്നൊരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ മലയാളി കേരള തമിഴ്നാട് ബോർഡർ. അപ്പോൾ ഈ 2 ചുറ്റുവട്ടത്തിനും, അതായത് ബോർഡറിനോട് ചുറ്റുവട്ടത്തിൽ ഇഷ്ടംപോലെ ലോട്ടറി കടകളുണ്ട്. ഒരു തരത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ, അതായത് കേരള സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഈ ലോട്ടറിയുടെ ഒരു പങ്കുകൊണ്ടാണ്. മദ്യവും ലോട്ടറി ആണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന 1ാം സ്ഥാനം വഹിക്കുന്നവരാണ് തമിഴ് മക്കൾ, 2ാമത് ബംഗാളികൾ. ഒട്ടും മോശമല്ല ലോട്ടറി എടുക്കുന്നതിന്. എന്തായാലും രസകരമായ കണ്ടമാനം കാഴ്ചകളുണ്ട് നമ്മുടെ ഈ യാത്രക്കിടയിൽ.
ഈ ഒരുപാട് വിവരിച്ച് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് രസിക്കാം. ഒരുപാട് നയനമനോഹരങ്ങളായ സ്ഥലമാണ് കാണാനൊക്കെ. അപ്പോൾ കണ്ട് ആസ്വദിക്കുക, രസിക്കുക. പിന്നെ എന്താണ് ഈ പോകുന്ന വഴിക്ക് എന്താണ് ആട്, പോത്ത്, പശു, അങ്ങനെ പല മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ വിൽക്കുന്നു. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ എന്താണ് പൂക്കൾ, ഈ പിച്ചിപ്പൂ, മുല്ലപ്പൂവൊക്കെ ഉണ്ട്, അതൊട്ട്. പിന്നെ എന്താണ് അത്, പിന്നെ ഭക്ഷണ സാധനങ്ങളിലെ മാങ്ങ, ചക്ക, നൊങ്ക്. ഏറ്റവും നൊങ്ക് സുലഭമായി കിട്ടുന്നൊരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ തമിഴ്നാട്. അപ്പോൾ ഈ കുറ്റാലത്തൊക്കെ എത്തും, ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇവർ ഈ നൊങ്കിൻ്റെ ഇലയിൽ തന്നെ നൊങ്കിങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ ചുള പോലെ, നമ്മൾ ചക്കേൻ്റെ ചുളയില്ല, അതെടുത്ത് വെക്കുന്ന പോലെയൊക്കെ വെച്ചിട്ട് വിൽക്കാനായിട്ട് കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ വണ്ടികൾ ആൾക്കാരവിടെ പോകുമ്പോൾ ഇതിങ്ങനെ ഓടി നടന്ന് വിൽക്കുന്ന, അതായത് ചെറിയതും വലുതുമായ ആൾക്കാരുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ടൂറിസം എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ എന്തു ജോലിയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് തമിഴ് മക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ അവിടെ ഈ മലയാളികളുടെ സംരംഭമാണ് പകുതിയോളം തമിഴ്നാട്ടിലുള്ളത്. പെട്ടെന്ന് നമുക്ക് കണ്ടാൽ ഒരു തമിഴെന്ന് തോന്നിയാൽ ആക്ച്വലി നമ്മൾ ഇങ്ങനെ മലയാളത്തിലും തമിഴും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കുമ്പോഴേ അവർ പറയാം മലയാളിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ മലയാളം നല്ല സുലഭമായി സംസാരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് സപ്പോർട്ടീവാണ് ഈ തമിഴ്നാട്. ഒപ്പം അവിടുത്തെ ഭക്ഷണം ഒക്കെ കൊള്ളാം, നല്ല ഇതാണ്. ഇവിടെ ഇടയ്ക്ക് ചില നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു 8 മണിയായി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തിരിച്ച് ഏതാണ്ട് വൈകുന്നേരം 7 മണിയായപ്പോൾ തിരിച്ച് വെള്ളറടയ്ക്ക് പിടിച്ചു എന്നതും ഒരു സത്യമാണ്. അപ്പോൾ 240 കിലോമീറ്റർ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതിൻ്റെ മറ്റ് കൗതുകമുണ്ട്. നമ്മൾ ഈ കുറ്റാലത്തൊക്കെ എത്തുമ്പോൾ ചൊക്കൻ, അതായത് നമ്മൾ കുരങ്ങൻ എന്നൊക്കെ പറയും, വാനരപ്പട വളരെ രസകരമായി. കുറ്റാലത്തെത്തിയപ്പോൾ ഒരു വാനര എന്ത് ചെയ്തു, ഒരു കൊച്ചു പോള് ഈ റംബൂട്ടാനുമായിട്ട് ഇങ്ങനെ ഒരു കവറിൽ, ഒരു 50 പൈസ കവറുണ്ടല്ലോ, അതിലിങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ദൂരന്നേ ഓടി വന്ന് ഇതിൻ്റെ ആ കുഞ്ഞു വാവയുടെ ഒരു 6-7 വയസ്സുള്ളൊരു മോളാണ്. ഇത് ഈ കവറ് പിടിച്ച് വാങ്ങി മതിലെത്തിച്ചാടി ഇരുന്ന് അതിങ്ങനെ റംബൂട്ടാൻ മുഴുവൻ ഇങ്ങനെ തൊലി പൊളിച്ച് കഴിക്കുന്ന ഒരു രംഗം ഈ വീഡിയോയിലുണ്ട്. അത് ഞാൻ സസ്പെൻസായിട്ട് അവസാനം ഇട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ യാത്ര മുഴുവൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കുറ്റാലത്തിൻ്റെ ഭാഗത്തിൽ ഏറ്റവും പുറകിലായിട്ട് ആ വീഡിയോ ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കണ്ട് ആസ്വദിക്കുക. വളരെ രസകരമായിരുന്നു. പിന്നെ ഈ വാനരം പടകളുടെ ഒരു കാഴ്ചയുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്ന രീതിയെല്ലാം ഞാൻ ഈ വീഡിയോയിൽ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കണ്ട. പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറയും. അപ്പം നിങ്ങൾ പ്രേക്ഷകരാണ് നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ എന്താണ് ബലം. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ അവിവേകമോ എന്തെങ്കിലും വിവരക്കേടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക. അപ്പോൾ ഈ പല രീതികളും ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ ഓരോ ജംഗ്ഷനും, അതായത് അവിടുത്തെ ജനങ്ങൾ, നമ്മുടെ ഈ കേരള ബോർഡർ, ഈ തമിഴ് ബോർഡർ, ആ ചുറ്റുവട്ടത്തുള്ള കടകൾ, റോഡ്, ഇതെല്ലാം ഞാനിങ്ങനെ ഈ വീഡിയോ മുഴുവൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താണ് സ്ഥലപ്പേരുകളുള്ള ബോർഡില്ലേ, നെയിം ബോർഡ്, അതെല്ലാം ഇങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തമിഴ് ഫുഡെന്ന് പറയുമ്പോൾ ഈ ചില കടകൾ നമ്മൾ നോക്കി കഴിക്കണം. എന്ന് വെച്ചാൽ ഈ വലിയ കടകളും കുഴപ്പമില്ല. ഈ എണ്ണയും പഞ്ചസാരയും അധികമായി ഉപയോഗിക്കുന്നവരാണ് തമിഴിയൻസ്. അപ്പോൾ ചായയൊക്കെ സൂക്ഷിച്ച് കുടിച്ചാലും പണി കിട്ടും. ഒടുക്കത്തെ മധുരമാണ്. കാരണം ശരിക്കും നമ്മളെന്തോ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആയിപ്പോൾ ചായ. അപ്പോൾ സൂക്ഷിച്ച് കുടിച്ചില്ലെങ്കിൽ പണി കിട്ടും. നല്ല കടുപ്പവും നല്ല മധുരമായിരിക്കും ഇവിടുത്തെ ചായ. പിന്നെ അവരുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ എണ്ണ അമിതമായി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ സൂക്ഷിച്ച് ഈ വലിയ കടയിൽ കയറിയില്ലെങ്കിൽ കൊച്ചു കടകളുണ്ട്. അപ്പോൾ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അവരുണ്ടാക്കുന്നതും കാണാം, കഴിക്കാം. പിന്നെ എണ്ണ ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്ന കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. വലിയ വിലയൊന്നുമല്ല, 80 രൂപയായിരുന്നു. പക്ഷേ എന്നാലും കൊള്ളാം, നല്ല തെറ്റില്ലാത്ത വെള്ള അരിയാണ്. വെള്ള അരി, സാമ്പാർ, അവിയൽ, പിന്നെ എന്താണ് ഇച്ചിരി രസം, പുളിശ്ശേരി ഇല്ല അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. പിന്നെ പപ്പടവും നല്ല ഈ തമിഴ് പപ്പടത്തിന് പ്രത്യേകതയുണ്ട്. എണ്ണ ആദ്യം കാണാത്ത ചുട്ടെടുക്കുമ്പോൾ അത് നല്ല രസമാണ് കഴിക്കുക. അപ്പോൾ ആ പപ്പടം, തൈര് അടിപൊളിയാണ്. എന്തായാലും ഈ നമ്മുടെ ഈ തമിഴ്നാട് യാത്ര ഒരുപാട് അർത്ഥത്തിൽ ഒരു രസകരമായ, ഇപ്പോൾ സ്പിരിച്വൽ ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ ഇത് ഈ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്താണ്, കൊല്ലത്തുനിന്ന് വരാൻ എളുപ്പമാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറടയിൽ നിന്ന് വരുന്നതിന് ഈ കൊല്ലം, തിരുവനന്തപുരം, കൊട്ടാരക്കര അതുവഴി ഈ നേരെ തെന്മലയ്ക്ക് പിടിക്കാം. തെന്മലയ്ക്ക് പിടിച്ചിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് വിട്ടാൽ
തെന്മല ഡാമിൽ നിന്ന് നമ്മൾ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തും, എന്താണ് തെങ്കാശിയിലെത്തും. അപ്പോൾ രസകരമായ കണ്ടമാനം കാഴ്ചകളുണ്ട്. പിന്നെ എന്താണ് പോകുന്ന വഴിക്ക് ഈ കൂട്ടത്തോടെ ആടുകൾ മേച്ച് പോകുന്നവരുണ്ട്, എരുമയെ മേച്ച് പോകുന്നവരുണ്ട്. പിന്നെ എന്താണ് ഇഷ്ടംപോലെ ലോറി താവളങ്ങളുണ്ട്, ലോറി താവളങ്ങളുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഹോട്ടൽ, അങ്ങനെ രസകരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ആദ്യം വീഡിയോ സെറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ പിന്നെ എന്താണ് ഈ വിവരണം രണ്ടാമത് എഡിറ്റ് ചെയ്തിടുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സീനും, അതായത് വീഡിയോയും ഡയലോഗും തമ്മിലൊരു കണക്ഷൻ കാണില്ലായിരിക്കാം. അതൊരു പോരായ്മയാണ്, ക്ഷമിക്കണം. പിന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഡയലോഗ് അടിക്കുന്നത്. ചിലരിങ്ങനെ കമൻസിൽ പറഞ്ഞിട്ടുണ്ട്, ചില മ്യൂട്ടായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും വിവരണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ് നല്ലവണ്ണം പഠിച്ചിട്ട് വേണം പറയണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ട്. എല്ലാ ഉപദേശവും സ്വീകരിക്കുന്നു. പോരായ്മകളില്ലാത്ത മനുഷ്യരില്ലല്ലോ കൂട്ടുകാരെ. എന്തായാലും എൻ്റെ ഈ ചാനൽ ഷാഹി ഇഫക്റ്റ് എന്ന ഈ ചാനലും എൻ്റെ ഈ യാത്രകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, വീഡിയോസ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം സബ്സ്ക്രിപ്ഷനും മാക്സിമം ഷെയറും തരണം. വീഡിയോ പൈസ കിട്ടിയാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ സഹായിച്ചാലേ യൂട്യൂബ് എനിക്ക് പൈസ തരൂ. ആ പൈസ കൊണ്ടുവേണം നിങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ സഹകരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നത് മറക്കണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനും എൻ്റെ 2 കൂട്ടുകാരുമുള്ള യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. 1 മണിക്കൂറിൽ കൂടുതലുണ്ട് ഈ വീഡിയോസ്. കാരണം മാക്സിമം ഞാനിങ്ങനെ, അതായത് ഈ ചിലർക്ക് ബോറടിക്കാം, ചിലർക്ക് ഈ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ ദൈർഘ്യം പോരാ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. യാത്രയ്ക്ക് ദൈർഘ്യം പോരാ, സ്പീഡ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ലാഗ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ലാഗിനെ ക്ഷമിക്കുക. എന്തായാലും യാത്ര ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം, ഈ ഐസറിന് പോകുന്ന ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ട്. അത് ഈ പോകുന്ന വഴിക്കാണ്, നമ്മൾ ഇതിൽ ആ വഴിക്കാണ് അതും ഉള്ളത്. അപ്പോൾ ആ ക്യാമ്പസൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഈ വഴിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല ഈ യാത്ര. കാരണം നമ്മൾ നിന്ന് ഇറങ്ങി കാണാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോഹിപ്പിക്കുന്ന മലകളുണ്ട്, മോഹിപ്പിക്കുന്ന തടാകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നൊങ്കിന് ഫേമസ് ആണ് തമിഴ്നാട്. നൊങ്കിൻ്റെ നൊങ്ക് സർബത്ത്, പിന്നെ പനം കള്ളം എന്ന് പറയും, അക്കാനി, ഇതൊക്കെ സുലഭമായി കിട്ടുന്നൊരു പ്രദേശം കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട തമിഴ്നാട്. മദ്യം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അക്കാനിയാണ്. പിന്നെ കള്ള്, അതായത് മത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അക്കാനിയില്ലേ, ഈ നൊങ്ങിൻ്റെ ഇതില്ലേ നമ്മുടെ ചുണ്ണാമ്പ് ചേർക്കും. അപ്പോൾ ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കിട്ടും. അതായത് നമ്മുടെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പിന്നെ പേരയ്ക്ക, നെല്ലിക്ക, ക്യാരറ്റ്, പിന്നെ ഈ പനംകിഴങ്ങ്, പിന്നെ ഈ മണ്ണിൻ്റെ അടിയിൽ വരുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ, അതൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഇസ്രയേലിനെ കുറിച്ചൊക്കെ കാണിക്കുമ്പോൾ അവിടുത്തെ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും, അപ്പോൾ ആ ഒരു കൗതുകം തോന്നി എനിക്കിത് കണ്ടപ്പോൾ. ശരിക്കും ടൂറിസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ്, ഈ മറ്റേ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് കുറ്റാലം ആ വെള്ളച്ചാട്ടവും അവിടുത്തെ ആ ചുറ്റുവട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് വാനരപ്പടയുണ്ട്. പിന്നെയോ ആ പോകുന്ന വഴിക്ക് ആടൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റാലത്തെ വെള്ളച്ചാട്ടവും അവിടുത്തെ കൗതുകങ്ങളാണ്. അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ വാനരൻ്റെ, അതായത് ഒരു കൊച്ചു മോളിൽ നിന്ന് കവറൊക്കെ പിടിച്ച് വാങ്ങി. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ ആ കുരക്കൻ്റെ പുറകെ പെട്ടെന്ന് അത് ഓടി വന്നിട്ട് വേറൊരു കുരക്കൻ്റെ പുറകെ ക്യാമറയിൽ നടന്നപ്പോൾ
ഈ കൊച്ചിനെ തട്ടിപ്പറിക്കുന്നത് അത് ഞാനത് കാണിച്ചാണ്. അപ്പം അതൊരു മിസ്സിംഗ് ആയിപ്പോയി. അപ്പോൾ ഈ കൗതുകം ഇങ്ങനെ ഇടയ്ക്കിടെ സ്വതന്ത്രനായിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും. കാരണം കുറച്ച് ഭൂപ്രദേശങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചിലർക്ക് ഈ ഭൂപ്രദേശം, അതായത് ഈ സൈഡ് വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ കുറേ ഈ പ്ലേസ് കാണിക്കുന്നത്. ഈ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറേ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ, ഉദാഹരണത്തിന് ചില ബോർഡിൻ്റെയൊക്കെ പേരുണ്ട്. കാരണം ഒരു വെറൈറ്റി പേരുകളാണ്, പച്ച, ചെറ്റച്ചോറ്, പിന്നെ അങ്ങനെ തുടങ്ങിയ കുറേ. അപ്പോൾ അതിൻ്റെ നെയിം ബോർഡൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ജട്ടി ഇട്ടിട്ടില്ല. സ്വതന്ത്രനാണ്, അത് തന്നെ സ്വതന്ത്രനാണ് കേട്ടോ. ചമ്മല് അതാ നാണം വന്ന് ഓടിയതാ. റംബൂട്ടാൻ കുരങ്ങൻ തിങ്ങില്ലെന്നാ ആ കൊച്ചിനെ പിടിച്ചു വാങ്ങി. അതേനാ കൊച്ചിനെ പിടിച്ചു വാങ്ങി. അപ്പാ അപ്പയെ പോയി മേടിച്ചു. അപ്പം ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കിട്ടും. അതായത് നമ്മുടെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പിന്നെ പേരയ്ക്ക, നെല്ലിക്ക, ക്യാരറ്റ്, പിന്നെ ഈ പനങ്കിഴങ്ങ്, പിന്നെ ഈ മണ്ണിനടിയിൽ വരുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ, ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ എന്താണ് ഈ ചില യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ ഇസ്രയേലിനെ കുറിച്ചൊക്കെ കാണിക്കുമ്പോൾ അവിടുത്തെ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൗതുകം തോന്നി ഇത് കണ്ടപ്പോൾ. ശരിക്കും എന്താണ് ടൂറിസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ്, ഈ എന്താണ് മറ്റേ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഈ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് കുറ്റാലം ആ വെള്ളച്ചാട്ടമില്ലേ, വെള്ളച്ചാട്ടവും അവിടുത്തെ ആ ചുറ്റുവട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് വാനരപ്പടയുണ്ട്,
പിന്നെയോ പോകുന്ന വഴിക്ക് ആടൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റാലത്തെ വെള്ളച്ചാട്ടവും അവിടുത്തെ കൗതുകങ്ങളാണ്. അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ബാലൻ്റെ, അതായത് ഒരു കൊച്ചു മോളിൽ നിന്ന് കവറൊക്കെ പിടിച്ച് വാങ്ങി. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ ആ കുരങ്ങൻ്റെ പുറകെ നടന്നവർ പെട്ടെന്ന് അത് ഓടി വന്നിട്ട് വേറൊരു കുരങ്ങൻ്റെ പുറകെ ക്യാമറയിൽ നടന്നപ്പോൾ ഈ ആ കൊച്ചിനെ തട്ടിപ്പറിക്കുന്നത് ജസ്റ്റ് മിസ്സായിപ്പോയി. അല്ലെങ്കിൽ ഞാനത് കാണിച്ചാണ്, ബട്ട് അതൊരു മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഈ കൗതുകങ്ങളൊക്കെ കാണുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിവരിച്ചുകൊണ്ടേ ഇരിക്കാം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. കാരണം ഈ കുറച്ച് ഭൂപ്രദേശങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചിലർക്ക് ഈ ഭൂപ്രദേശം, അതായത് ഈ സൈഡ് വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ കുറേ ഈ പ്ലേസ് കാണിക്കുന്നത്. ഈ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറേ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ, ഉദാഹരണത്തിന് ഈ ചില ബോർഡിനൊക്കെ പേരുണ്ട്. എന്താണ്, ഒരു വെറൈറ്റി പേരുകളാണ്. പച്ച, ചെറ്റച്ചോറ്, പിന്നെ അങ്ങനെ തുടങ്ങിയ കുറേ. അപ്പോൾ അതിൻ്റെ നെയിം ബോർഡൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. കൂടുതലും തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മൾ ഈ നഗരങ്ങളും പട്ടണങ്ങളൊന്നും കണ്ടാൽ നമ്മൾ ബൈപ്പാസ് വലിയ ടൗണൊന്നും ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടില്ല. ശരിക്കും ഇതെന്താണ്, തമിഴ്നാടിൻ്റെ തനത് ഗ്രാമപ്രദേശങ്ങളും ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്, ഇപ്പോൾ ചെന്നൈ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതായത് അഡ്വാൻസ്ഡ് ആയ സ്ഥലങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വെള്ളറട മുതൽ നമ്മൾ തെന്മല വഴി തെങ്കാശി വരെ എത്തിയ വഴിയിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള സബ് റോഡുകളിലൂടെയുള്ള യാത്രയാണ് ഇത്. ബൈപ്പാസ് വഴിയല്ല, നമ്മുടെ സബ് റോഡുകളിലൂടെ, അതായത് നമ്മുടെ ബൈപ്പാസിന് പോയതിന് ഉള്ളിലോട്ടുള്ള റോഡുകൾ, അല്ലെങ്കിൽ ശരിക്കും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ആ ഒരു വഴിയിലൂടെയും ശരിക്കും തിരക്കും തനത് സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഒരു യാത്രയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ സിനി പ്ലസ് ഇതിന് എല്ലാ മൾട്ടി സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു നാടാണ് തമിഴ്നാടെന്നത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ കാഴ്ച കാണുമ്പോൾ എല്ലാം ഈ ഗ്രാമപ്രദേശങ്ങളും കൈത്തൊഴിലും അങ്ങനെ ഉള്ളറകളിൽ, അതായത് ഗ്രാമത്തിൻ്റെ തനതായ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള കാഴ്ചകളാണ്. പിന്നെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ശരിക്കും നമ്മുടെ ഓണം ഇങ്ങനെ അടുക്കാറായി. അപ്പോൾ ഓണത്തിനുള്ള പൂക്കൃഷിക്കുള്ള പാടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളായിട്ടില്ല, അപ്പോൾ ഓണത്തിന് പൂക്കൾ വിരിയണം. അപ്പോൾ ആ ഒരു സമയം അവർക്കറിയാം. അപ്പോൾ അതിന് പാടങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തൈ നടുക, അപ്പോൾ ഓണത്തിനാവുമ്പോൾ ശരിക്കും പൂ എത്തിക്കോളും. അപ്പോൾ തോവാള പോലെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ഇതിനടുത്തടുത്തില്ല. അപ്പം അതിനനുസരിച്ച് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അടുത്ത സീസൺ എന്ന് പറയുന്നത് പൂവിൻ്റെ സീസണാണ്. അപ്പോൾ അതിപ്പോഴേ അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂക്കൾ കാണിക്കാൻ തൽക്കാലം ഈ ഇപ്പോൾ ഒരു കിളച്ചിട്ടിരിക്കുന്ന ഭൂമി, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. ഇനി ഉള്ളിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ അരി മില്ലുകളുണ്ടല്ലോ, നെല്ല് അരി പുഴുങ്ങി അത് മാറ്റുന്ന കുറച്ച് പ്രദേശങ്ങൾ. പിന്നെ ഈ കോട്ടൺ, പരുത്തിക്കുരി കൃഷി, ഈ പൂ കൃഷി ഒക്കെ പറ്റിയ പ്രദേശങ്ങളുണ്ട്. അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് ഒരു ടൗണ്, ഗ്രാമപ്രദേശം, അത് ജംഗ്ഷനൊക്കെ ഈ നമ്മൾ ചിത്രീകരണം പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി നടക്കുന്ന പിന്നെ ഇപ്പോഴും ബൈപ്പാസിൻ്റെ പണി, ഇത്തരം റോഡ് വർക്കൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ റോഡ് വീതി കൂട്ടുന്നുണ്ട്, ജനസംഖ്യ വർദ്ധിക്കുന്നു, അതിനനുസരിച്ചുള്ള പുരോഗമനാത്മകമായ നിർമ്മാണങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ചുറ്റിനും അപ്പുറത്ത് നല്ല പാറക്കൂട്ടങ്ങൾ, പിന്നെ എന്താണ് ഈ നമ്മുടെ വൈദ്യുതി കൊണ്ട് എന്താണ് ഈ കറങ്ങുന്നതുണ്ടല്ലോ, ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫാന് കറങ്ങിയിട്ട് കിട്ടുന്നില്ലേ വൈദ്യുതി, ആ സാധനമുണ്ട്, ഇഷ്ടിക കളവുണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇരിക്കുന്നു, കാണുക. ഇച്ചിരി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഡയലോഗ് ചിലപ്പോൾ നടത്താൻ സാധ്യതയുണ്ട്. കാരണം അറിയോ, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനും കുറച്ചുകൂടെ ഈ പ്രകൃതിയുടെ രണ്ട് സൈഡും കാണിക്കാൻ വേണ്ടി ഡയലോഗ് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഞാനിങ്ങനെ വാചകം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലർക്ക് ബോറടിക്കാതിരിക്കാൻ. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അങ്ങേറ്റം വരെ കാണണേ.
പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നൊക്കെ തെങ്കാശിക്ക് ഡയറക്റ്റ് KSRTC ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിൻ്റെ പുറകെ നമ്മൾ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ജംഗ്ഷനിൽ. പിന്നെ രസം വെച്ചാൽ ഈ തെങ്കാശിയൊക്കെ എത്തുമ്പോൾ അവിടെ എന്താണ് നമ്മൾ വിചാരിക്കും ചില സാധനങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ വണ്ടിയിലിട്ടൊന്നും ഒരു അരിച്ചാക്കൊക്കെ മറ്റേ എടുത്തുകൊണ്ട് പോയാൽ പാടാണ്. അത് GST പ്രശ്നങ്ങളുണ്ട്. പച്ചക്കറി തൂക്കളൊക്കെ കൊണ്ടുപോകാം. പക്ഷേ മറ്റ് സാധനം ഇങ്ങനെ നമ്മൾക്ക് ബിസിനസ് പർപ്പസിനായിട്ട് ഇവിടെ ഒരുപാട് കടത്തുണ്ട്. അരിക്കടത്തൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പം വഴിയിൽ ചില ഈ പോയിൻ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചില സാധനങ്ങൾ കൊണ്ടുപോകാൻ അവിടെ നിന്ന് എന്താണ് കൊണ്ടുപോകാൻ ബില്ലില്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കുറ്റാലം 2 കുറ്റാലമുണ്ട്. പഴയ കുറ്റാലവും പുതിയ കുറ്റാലമുണ്ട്. അപ്പം ഞാനീ കാണിച്ചിരിക്കുന്ന പുതിയ കുറ്റാലത്തിലെ കാഴ്ചകളാണ്. പഴയ കുറ്റാലത്തിലേക്ക് ചെന്നെങ്കിലും അവിടെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി എഴുതിയെന്നറിയോ നമ്മൾ പഴയ കുറ്റാലം കാണിച്ചില്ല. അപ്പോൾ പഴയ കുറ്റാലത്തിലേക്ക് തിരിയുന്ന വഴിയിൽ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ആ നൊങ്ക് കൊണ്ടുള്ള ഇതൊക്കെ കാണിച്ചില്ലേ, കുറേ ഫ്രൂട്ട്സൊക്കെ കാണിച്ചത്. അവിടെ തിരിയുമ്പോഴാണ് അത് പഴയ കുറ്റാലത്തിലേക്കാണ് ആ റോഡ് തിരിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി, അതായത് പുതിയ കുറ്റാലം കാണിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ കുറ്റാലത്തിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ കണ്ട ആ വാനരപ്പടയുടെ ആ ഒരു കുസൃതികളൊക്കെ കണ്ടത്. അവിടുന്ന് തിരിച്ച് നമ്മൾ റിവേഴ്സ് കുറച്ചുകൂടെ മുന്നിൽ പോയപ്പോഴാണ് ആ ഒരു വ്യത്യസ്തമായ പാറയുടെ ഭംഗി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ തിരിഞ്ഞ് വേണം പിന്നെ വീണ്ടും ഈ എന്താണ് ഈ കുറ്റാലം ഒറിജിനൽ ഇപ്പോഴത്തെ പഴയ കുറ്റാലമല്ല പുതിയ കുറ്റാലത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഓർക്കുക, പഴയ കുറ്റാലവും പുതിയ കുറ്റാലവും ഉണ്ടെന്നത് ഓർമ്മ വയ്ക്കണം. വാനരന്മാരില്ലെങ്കിലേ ശരിക്കും തമിഴ്നാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആ പഴയ കുറ്റാലത്ത് തിരിയാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അവിടെ ഈ വാനര കൂട്ടങ്ങൾ, അതായത് എല്ലാം കുഞ്ഞു വാനരന്മാരാണ്, വലിയ ഗുണമല്ല ശരിക്കും പറഞ്ഞാട്ടാണ് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ എന്താണ് ആ ഒരു എന്താണ് ബാലന്മാരായ വാനരന്മാരെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് കൗതുകമായിരുന്നു ആ ഒരു പ്രായത്തിൽ. വലിയ മുതിർന്നവരല്ല, ആ ഒരു കൗമാരപ്രായക്കാരുമല്ല, ഒരു അതായത് ശിശുവും ബാലൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള വാനരപ്പടയുടെ ശരിക്കും അവരുടെ ആ കൂട്ടായ്മ, അവരുടെ എന്താ പറയുക, അവരുടെ ആ ഒരു കുസൃതി കാണാൻ ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും അതുകൊണ്ട് ഇങ്ങനെ എടുത്തു പറയുന്നത്. ഞാൻ വളരെ അടുത്ത് പോയി ഞാൻ വീഡിയോ ചെയ്തു. പക്ഷേ ഒരു ഭയപ്പാടൊന്നും ഇല്ലാതെ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ രസത്തിൽ പറയാം, നല്ല കോപ്പറേറ്റീവായിരുന്നു ഈ നമ്മുടെ ഈ അല്ലെങ്കിൽ ഈ ശൈശവ വാനരന്മാർ. വളരെ കൗതുകത്തോടെ എന്തായാലും യാത്ര ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് എത്രത്തോളം ആസ്വദിച്ചു എന്ന് അറിയില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് നിങ്ങളും യാത്ര ആസ്വദിച്ചു എന്നാണ്. ഈ കാമരാജ് 3 തവണയോളം മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിൻ്റെ ഒരു സ്മരണാർത്ഥമുള്ളൊരു പ്രദേശമാണിത്. ശരിക്കും വിദ്യാഭ്യാസം 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. നാടിൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ് ഈ കാമരാജ്. ഈയിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ 122ാം ജന്മവാർഷികത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഭാരതത്തിലുടനീളം നടത്തപ്പെടുകയുണ്ടായി. അപ്പം ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ കാമരാജ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ 1917 നിർമ്മിച്ച സ്കൂളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇന്ദിരാഗാന്ധി ഒക്കെ പ്രധാനമന്ത്രി ആകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. കാമരാജിൻ്റെ പങ്ക് വളരെ പ്രകടമായിരുന്നു. പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി കാമരാജിന് പാരപ്പെടുമെങ്കിലും വീണ്ടും രണ്ടാമതും ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത ഒരു നല്ല നേതാവ് കൂടിയായിരുന്നു. അതായത് ധർമ്മിഷ്ഠനും കർക്കശക്കാരനുമായ നല്ലൊരു നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു കാമരാജ്. അപ്പോൾ അന്നത്തെ കാലത്ത് മൊറാർജി ദേശായി ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് എങ്ങാണ്ട് അവിടുത്തെ ഒരു തെറ്റിപ്പോരുത്, മൊറാർജി ദേശാണെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും ആ സമയത്ത് ഈ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസത്തിനും എല്ലാ വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാനുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തിയപ്പോൾ അതും ഇദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം അടച്ചുപൂട്ടിയ വിദ്യാലയങ്ങൾ മാത്രമല്ല പുതിയ വിദ്യാലയങ്ങളും തുറന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചൊരു മനുഷ്യൻ കൂടെയാണ് കാമരാജ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിനെ കുറിച്ച് പറയുമ്പോൾ
ഈ ജയലളിതയെക്കാളും MGRനേക്കാളും അപ്പുറം ഈ പിന്നെ കാമരാജിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ ചരിത്രം അപൂർണമായി പോകും. അപ്പോൾ കാമരാജ് എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ്. ഈ സ്കൂളിൽ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയ ഭാരതത്തിൽ വിദ്യാർത്ഥികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയ റെക്കോർഡ് കൂടി കാമരാജിൽ നിക്ഷിപ്തമാണ്. അതിനെക്കുറിച്ച് ഈ ഇടയ്ക്ക് നടന്ന ആ ഒരു എന്താണ് ഞാൻ പറഞ്ഞില്ലേ 122ാം ജന്മദിന വാർഷികത്തിൽ കാമരാജ് ഫൗണ്ടേഷൻ്റെ പ്രസംഗത്തിൽ ജമീല പ്രകാശം, അതായത് നീലലോഹിതദാസൻ നായരുടെ വൈഫ് ജമീല പ്രകാശം അത് എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് വിവരണം ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സന്ദർഭവശാൽ ഞാനത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഉമ്മൻചാണ്ടി എങ്ങനെയാണോ അതിനേക്കാൾ അപ്പുറമാണ് തമിഴ് മക്കൾക്ക് കാമരാജ് എന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രധാനമന്ത്രി പദം വേണ്ട എന്ന് നിരസിച്ച ആളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തെ കാണാനായിട്ട് ജവഹർലാൽ നെഹ്റു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ട് അത്ഭുതാവഹനായ ജവഹർലാൽ നെഹ്റു ഉണ്ട്. മാത്രമല്ല അവിടെയൊന്നും വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ട് അവിടുത്തെ വില്ലേജ് ഓഫീസർ അന്ന് ഒരു പൈപ്പ് കണക്ഷൻ ഇദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടുവന്ന കാമരാജ് പറഞ്ഞത് എല്ലാ വീട്ടിലും കണക്ഷൻ കൊടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുത്താൽ മതി, ഉടനെ ഇത് അയച്ചു മാറ്റണം, കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അതോടൊപ്പം മാത്രമേ തൻ്റെ അമ്മയ്ക്കും കൊടുക്കാവൂ എന്ന് വാശി പിടിക്കുകയും അത് ശരിക്കും പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തോടെ അത് അഴിച്ചു മാറ്റുകയും ചെയ്തു എന്നത് ഒരു ചരിത്രമാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത, പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്നെ പുരോഗമന ചിന്താഗതികളിലൊക്കെ പകരം വയ്ക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് കാമരാജ് എന്നത് ഇവിടെ സാഗൂതം ഓർമ്മിപ്പിക്കുന്നു. അത് ഓർമ്മിപ്പിക്കാതെ പോകുന്നത് അദ്ദേഹത്തോടുള്ള അനാദരവാണ്. എന്തായാലും തമിഴ് മക്കളെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു രൂപമാണ് കാമരാജ്. ഇപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ കഴിക്കാൻ കയറിയപ്പോഴും അവിടെയും കാമരാജിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ജയലളിതയെക്കാളും MGRനേക്കാളും ഒക്കെ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാമരാജ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് ഉച്ചഭക്ഷണത്തിന് ശാപ്പാടിന് മുന്നേ ഉള്ള അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള എന്താണ് ഈ മെഴുകുതിരിക്ക് പകരം കത്തിക്കുന്നത് എന്താണ് കുന്തിരിക്കല്ല എന്താണ് അതിൻ്റെ പേര് കർപ്പൂരം കത്തിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഉച്ചയ്ക്ക് ശാപ്പാട് തുടങ്ങിയ ടൈമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഭക്ഷണം വിളമ്പുന്നതിന് മുന്നോട്ടുള്ള അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ കത്തിക്കൽ. அன்னைக்கு வெள்ளம் கிடைக்க ரொம்ப கண்ணி ஒரு பக்கெட்டுக்கு வந்து 50 ரூபா. ஆனால் போட்டு 10 ரூபா கொடுங்களேன்னு പറയും സമയം പറയണ്ടേ, അതും പറയുന്നത് അപ്പുറവും പറയും. ഇപ്പം മഴ പെയ്തപ്പോൾ നല്ല ഇത് മറ്റേ എനിക്കൊന്നും AC പോയി. അങ്ങ് ഷോറിൽ കൊണ്ട് പറഞ്ഞപ്പോൾ സാറേ ഇത് ഇവിടെ ഒന്നും കിട്ടൂല, അങ്ങ് കരമന്നെ ഒരിടത്ത് ഒരു പീസേ ഉള്ളൂ, 4000 രൂപ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അപ്പം വേണ്ട പൈസ ഇല്ല അത് പറഞ്ഞു ഊരി ആനപ്പുറം മറ്റേ മാരുതി സെൻറ്റർ ഇഷ്ടപ്പെടാറ്റ് സപ്പോസ് ഇതില്ല പാക്കലാം. അതെ എന്തെല്ലാം പറ്റുന്നില്ലേ. നെൽകൃഷി പിന്നെ കുറെ കഴിഞ്ഞാൽ പക്കന്മാരെല്ലാം കൂടെ നമ്മൾ പിടിച്ച് വളമാണ്.
പറയണ മുട്ടൻ തെറിയാണ് കേട്ടാ. സംഗതി ചേച്ചി ഉള്ളിയല്ലേ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ മുട്ടത്തെറിയ പേര് ഓ മനസ്സിലായി. ഇത്ര ഡീപ്പായിട്ട് പറയുന്നത് മാർക്കറ്റ് ജസ്റ്റ് എന്താ എവിടെയെങ്കിലും ഒതുക്കിയാലേ സൈഡ് ഒതുക്കിയാൽ മേതൊന്ന് കേടുക്കും. തെങ്കാശി പോലീസ് സ്റ്റേഷൻ ഓ അതൊക്കെ കൂടെ ഇട സൈഡ് അഥവാ വേണമെങ്കിൽ ഫ്രണ്ടിലോട്ടൊക്കെ നിന്നാൽ മതിയേ. പാർക്കിംഗ് എവിടെയാണോ അല്ലേ? അപ്പുറത്തോട്ടോ അത് കഴിഞ്ഞിട്ടുള്ള റോഡ് കുറ്റാലം മെയിൻ ഫോൾസ് അവിടെയാണ്. അയ്യോ മതി നമ്മള് ഇതിന്റെ പക്കം കേൾക്കില്ലേ എന്ത് അടയോ
കാഴ്ചകൾ എവിടെ വണ്ടി ഒതുക്കിയിട്ടേ വെറുതെ ഇന്ധനം കളയണ്ട എവിടെ നല്ല തണലത്ത് വണ്ടി ഒതുക്കിയിട്ട് അത് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നിങ്ങൾ നിൽക്കും ഞാൻ ഒരു കറക്ക കണക്കി വരാം ഓക്കെ എടുത്തോളൂ. അങ്ങനെ എടുത്തിട്ട് കാര്യങ്ങൾ അറിയണ്ടേ പോയി ഇനി പോണം അങ്ങോട്ട് അവിടെ നോക്കാം. അത് തന്നെ പോണ വഴി നോക്കാം ചക്രം ചൈത്രം മാർക്ക്. അത് ഗൂഗിൾ അടിച്ചതിനറിയാം. ഇതല്ലേ തെങ്കാശി അല്ലേ തെങ്കാശിയല്ലേ ഇത് ബസ് സ്റ്റാൻഡ്. തെങ്കാശി ബസ് സ്റ്റാൻഡ് പരിസരം ഏതോ ജിലേബി കട മുട്ടായി കട പൂർവിക ഇവിടെയുണ്ട് കേട്ടോ. ഏ? എല്ലാം ഉണ്ട്. അത് തമിഴ്നാട്ടിലെ എല്ലായിടത്തിലും അത് തന്നെ തിരുനെല്ലൂര് അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ അത് വഴി പോയാൽ പോരെ അല്ല എളുപ്പം അത് അപ്പോൾ ഇനി അവിടെ നിന്ന് നോക്കണം കിലോമീറ്റർ എത്ര തിരുനെല്ലി ടു പോട്ടെ കുഴപ്പമില്ല അടിപൊളി അത് വ്യൂ ആണ് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല തണലും നല്ല വ്യൂ അതാണ് നല്ല വ്യൂ ഹലോ A5 അയ്യോ വേറെ കളിയിലും സ്റ്റൈൽ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർമ്മ ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ ഒരു തവണ അവിടെ വന്നിട്ടുണ്ട് ഓർമ്മ പിന്നെ നമ്മളെന്നാ 13 എണ്ണി നമ്മളങ്ങ് പിന്നെ നമ്മൾ അവിടെ എത്തി ലേറ്റായി പിന്നെ ഓർമ്മയില്ലേ ഒരിക്കൽ നമ്മൾ 3 ട്രാവൽ ചെയ്ത സ്ഥലം അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ ചെയ്തു അപ്പോൾ കുറേ വ്യൂസ് ഉണ്ടായിരുന്നു തിരുമംഗലം 150 സെങ്കോട്ട പോട്ടെ കുഴപ്പമില്ല അടിപൊളി അത് വ്യൂ ആണ് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല തണലും നല്ല വ്യൂ അതാണ് നല്ല വ്യൂ ഹലോ A5 ഭംഗിയാണ് நமக்கு சப்போர்ட் பண்ணுங்க മോഡൽ ഇലക്ട്രിക് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചെയ്യാം நம்மளுக்கு எல்இடி சாதனை മഹാരാജ അയ്യോ മതി നമ്മൾ இந்த பக்கம் கேட்கல എന്ത് അടയം
കേട്ടോ ചാള 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ആട്ടുകൾ കോഴികൾ ഇവിടെ മറ്റേ എള്ള് കൃഷിയല്ലേ? ചെറിയ നാട്ടിലെ മലയോര ഗ്രാമപ്രദേശം കാർഷിക അവാർഡ് വാങ്ങി. കുറ്റാലത്ത് പോയാലോ? കുളിക്കാൻ പോയാലോ? പോയാലോ? ഇതിൽ വന്നില്ലേ? പോയിട്ട് വരും. അത് തന്നെ. ഇനിയിപ്പോൾ അതെങ്കിലും എടുക്കാം. നാണക്കേട് ഇത്രയും വന്നിട്ട് പിന്നെ ഇത്രയും വന്നിട്ട് അത് കണ്ടില്ലെങ്കിൽ വേസ്റ്റാണ്. ചക്ക വേണമോ? ചക്ക വേണം അങ്ങോട്ടൊരാണ് വേണമെങ്കിൽ അങ്ങോട്ട് മെയിൻ വാട്ടർഫാള് 5 ഫാൾസ് ഉണ്ട് കേട്ടോ. ഓൾഡ് ഫാൾസ് 5 ഫാൾസ്. ആട്ടുകൾ കോഴികൾ ഇവിടെ മറ്റേ എള്ള് കൃഷിയല്ലേ? ചെറിയ നാട്ടിലെ മലയോര ഗ്രാമ